കോഴിക്കോട് കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടി. കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിലില്ല. വിനുവിന്റെ പേര് നീക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ആരോപിച്ചു. നീതി കിട്ടാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് VM വിനു പ്രതികരിച്ചു. പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴാണ് കല്ലായി ഡിവിഷനിൽ നിന്നുള്ള UDFന്റെ മേയർ സ്ഥാനാർത്ഥി സംവിധായകൻ VM വിനുവിന്റെ പേര് പട്ടികയിലില്ലെന്ന് വ്യക്തമായത്. കഴിഞ്ഞ 18 വർഷമായി മലാപ്പറമ്പ് വാർഡിലെ സ്ഥിര താമസക്കാരനാണ് VM വിനു. വിനുവിന്റെ പേര് നീക്കിയതിനു പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ആരോപിച്ചു. ഇതൊരു കോൺസ്പിറൻസി തന്നെയാണ്. അതായത് ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തുടക്കം മുതൽ പറഞ്ഞു വരുന്ന വോട്ടർ പട്ടികയിലെ കൃത്രിമത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം തന്നെയാണ് ഈ സംഭവം. ഇതിപ്പോൾ ഞങ്ങൾ ഇന്നതാ നാളെ ത്വരിതഗതിയിൽ പരിശോധിക്കാൻ പോവാ. ഞങ്ങൾ കുറെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നേതാക്കളുണ്ട്. ഇത്രയും ജനാധിപത്യ ശക്തമായ ഒരു രാജ്യത്ത് 18 വയസ്സുകാരൻ്റെ വോട്ടൊരു കാരണമില്ലാതെ തള്ളൂ എന്ന് സ്വപ്നത്തിൽ കരുതാൻ സാധിക്കുമോ? ജനാധിപത്യ രാജ്യത്തെ പൗരൻ എന്നുള്ള നിലയ്ക്ക് തന്റെ അവകാശമാണ് ഹനിക്കപ്പെട്ടതെന്നും വോട്ട് പുനഃസ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും VM വിനു പ്രതികരിച്ചു. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വിചാരിക്കുന്ന ലക്ഷക്കണക്കിന് ബീഹാറിലെ ജനങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു പോയവരുടെ വിഷമം എന്തായിരിക്കും? ഇതൊരു ജനാധിപത്യ രാജ്യമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വോട്ട് നിഷേധം എന്ന് പറയുന്ന ജനാധിപത്യത്തിന് നേർക്കുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ അത്രയും വർഷമായിട്ട് വോട്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും എനിക്ക് വോട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇവിടുത്തെ പൗരനാണ്, എൻ്റെ അവകാശമാണിത്. സംഭവത്തിൽ നാളെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് നീക്കം. നേതാക്കളുടെയും അനുഭാവികളുടെയും വോട്ട് നീക്കപ്പെട്ടിട്ടുണ്ടോ എന്ന വ്യാപക പരിശോധനയും നാളെ മുതൽ നടക്കും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.